ഒന്ന് കണ്ടോട്ടെ അനുവാദം തരുമോ എന്റെ ഹൃദയത്തിൻ ഇരുളങ്ങുമാ. പിശാച് ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചില വിദ്യകളൊക്കെ സിഹിർ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ കിട്ടണം, ആ പുരുഷൻ വിവാഹം കഴിച്ചതാണ്, അവർ തമ്മിൽ ഒരിക്കലും ഒരുമിക്കാതിരിക്കാനും ബന്ധപ്പെടാതിരിക്കാനും അവൾക്ക് ഇവനെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സിഹിർ ചെയ്യുന്ന പരിപാടിയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിപ്പിരിയുന്നതിൻ്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഈ സിഹർ കൊണ്ട് അവരെ പിരിയിപ്പിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നറിയോ? തുടക്കത്തിൽ നിസ്സാരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആ നിസ്സാരമായി ചില കാര്യങ്ങളെ തുടർന്ന് എന്ന് വെച്ചാൽ വീട്ടിലൊരു ഗ്ലാസ്, ഈ ഒരു ഗ്ലാസ് ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഭർത്താവ് ആ ഏതെങ്കിലും ഭാഗത്ത്, അടുക്കളയുടെ ഒരു ഭാഗത്ത് ചായ കുടിക്കുകയാവും. ആ ചായ കുടിക്കുന്ന സമയത്ത് രാവിലെ അവരുടെ കൈ അറിയാതെ തട്ടിയിട്ട് ഒരു ഗ്ലാസ് പൊട്ടുക, കുപ്പി ഗ്ലാസ് പൊട്ടുക, അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ശക്തമായിട്ട് വീഴുക. അവരടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. എങ്കിൽ പോലും ഇത് ഇങ്ങനെ ഇങ്ങനെ വീണതിന് ശേഷം ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഇതിങ്ങനെ അതേ ചൊല്ലിയിട്ട് ഭർത്താവ് വെറുതെ തട്ടിക്കയറുക, ഒന്ന് ശ്രദ്ധിച്ചുകൂടെ അങ്ങനെ. അപ്പോൾ ഭാര്യ കുറേയൊക്കെ ക്ഷമിച്ചു എന്ന് വരും. അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിലേക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ഓഫീസ് അല്ലെങ്കിൽ ജോലിയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ കയറി വയ്ക്കുന്ന ഭാര്യ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തട്ടിക്കയറുക. എന്താ നിങ്ങളെ മുഖത്തിങ്ങനെ എന്താ കരിയുണ്ടോ, അങ്ങനെ ഭാര്യ ചിലപ്പോൾ സ്നേഹം കൊണ്ട് കെയർ ചെയ്യാവും. സ്നേഹം കൊണ്ട് കെയർ ചെയ്യുമ്പോൾ ഭർത്താവിന് അതൊരു ഉപദ്രവമായിട്ട് തോന്നും. സ്ഥിരമായിട്ട് ഭാര്യ ശരീരത്തിലേക്ക് വൈകുന്നേര സമയങ്ങളിൽ പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തുടച്ചു കൊടുക്കുന്ന സ്നേഹമുള്ളൊരു ഭാര്യ, അപ്പോൾ അത് ഭർത്താവിനും ഭയങ്കര സ്നേഹമാവും. എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഈ ആൾക്ക് ഇത് അസ്വസ്ഥതക്കേടായിട്ട് തോന്നുക. ഇതെങ്ങനെയാണ് ചെറിയ ലക്ഷണങ്ങൾ. പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഓരോ ഭക്ഷണത്തിലുള്ള വീഴ്ചകൾ വന്ന് അങ്ങനെ ഓരോ പടിയായിട്ട് കയറി ലാസ്റ്റ് വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് കടന്നു വരികയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോഴും ദേഷ്യം. ഭർത്താവിന് ഭാര്യയെ കണ്ണെടുത്ത കണ്ടോടാ, കഠിനമായിട്ടുള്ള ദേഷ്യം തോന്നുക. എന്തെങ്കിലും ഒരു കാര്യം ഭാര്യ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിക്കയറുക, വല്ലാത്ത ദേഷ്യം തോന്നുക, അടിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുക. അതുപോലെ തന്നെ വല്ലാത്ത രീതിയിൽ കുത്തുവാക്ക് പറഞ്ഞ് ദ്രോഹിക്കുക. നല്ലോണം സ്നേഹമുള്ള ഭർത്താവായിരുന്നു, പെട്ടെന്ന് അതായത് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ, ഓരോ ആഴ്ചകൾ കഴിഞ്ഞു പോകുമ്പോൾ ഈ സിഹിറിൻ്റെ തീവ്രത അങ്ങനെ കൂടി വരും. പിന്നീട് എന്ന് പറഞ്ഞാൽ ശൈത്താൻ ചെയ്യണ വല്ലാത്തൊരു പരിപാടിയാണ്. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ അവരിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളത്. അതായത് ഇതിൻ്റെ പരിഹാരത്തിന് നടക്കുമല്ലോ, ഇപ്പോൾ ചികിത്സ എന്നുള്ള കാര്യങ്ങളൊക്കെ, അത് അവരിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവർക്ക് ഈ വിശ്വാസം ഉണ്ടാകും, പക്ഷെ അവർക്ക് പോകാൻ തോന്നില്ല. അങ്ങനെയുള്ള ആളുകൾ എനിക്ക് അറിയുന്നതാണ്. ഇത് സ്വന്തം ഭാര്യയ്ക്ക് വയ്യാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭർത്താവ് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. അതായത് ആ ഭാര്യയ്ക്ക് വയ്യ, പക്ഷേ അവിടെ മറ്റുള്ള ആളുകളുണ്ട്, അവരോട് പോകാൻ പറയാം. ഭർത്താവ് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞിട്ട് ആ ഭാര്യയുടെ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അയാളതിൽ ഇടപെടാനോ അവിടെ പോയിട്ട് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാനോ അയാൾക്ക് താല്പര്യം തോന്നാതിരിക്കുക. പിന്നെ ചെറിയ കുഞ്ഞുമക്കളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അവരോട് പോലും ഇവർക്ക് സ്നേഹം കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, അവരോടടക്കം ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരു സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോവുക. അതുപോലെ തന്നെ ഒരു സദസ്സ്, ഒരു ഫങ്ഷൻ, ഒരു കല്യാണം, അല്ലെങ്കിൽ ഒരു വീടിരിക്കൽ, അങ്ങനെയുള്ള പരിപാടികളിലൊന്നും ഈ ഭാര്യയെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകാതിരിക്കുക. ഭാര്യ മറ്റുള്ള വീട്ടുകാരുടെ കൂടെ, കുടുംബക്കാരുടെ കൂടെയൊക്കെ ഫങ്ഷന് വരിക. ഒരു ഇണക്കമില്ലാത്തൊരവസ്ഥയിലേക്ക് അവസാനം പിരിയേണ്ട അവസ്ഥയിലാണ് ഇതിൻ്റെ ഒടുക്കം കാണുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇയാളെ ഏത് സ്ത്രീയാണോ വശീകരിച്ച് ഇവരെ പിരിച്ചിട്ട് പിന്നെ ആ ഒരു സ്ത്രീയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കാനുള്ള വഴി പിന്നീട് അവർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ ഇവരെ വേർപിരിയിപ്പിച്ചിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില സ്ത്രീകളുണ്ട്, അല്ലെങ്കിൽ പുരുഷന്മാരുണ്ട്.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത്. അള്ളാഹു അതിൽ നിന്നൊക്കെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോൾ ഈ തുടക്കത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ എന്തുണ്ടാവും, അവർ വേഗം പോയിട്ട് ചികിത്സിക്കും, ആരെങ്കിലും ഒരാൾ പോയിട്ട്. അപ്പം അത് ശരിയാവും. പക്ഷേ കുറേയൊക്കെ അങ്ങനെ പ്രഷറായി കുറേ കാലമായി എന്നുണ്ടെങ്കിൽ അത് കെട്ടഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഭാര്യ നല്ല സൗന്ദര്യമുള്ളവളും കാണാൻ നല്ല സുന്ദരിയാവും. പക്ഷേ ഈ ഭർത്താവിന് പിന്നീട് ഇവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം എന്താ, അവനക്ക് സിഹറേറ്റിക്കില്ലേ. പിന്നെ നല്ല സൗന്ദര്യമുള്ളവളെ സൗന്ദര്യമില്ലാത്ത രീതിയിലും സൗന്ദര്യമില്ലാത്തവളെ നല്ല സൗന്ദര്യമുള്ളവളുമായിട്ട് മാറ്റിയെടുക്കാൻ ഈ സിഹറിന് കഴിയും. അള്ളാഹു പല മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാരങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇതിന് ഏറ്റവും ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഒരുപാട് ചികിത്സ ഞങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾക്കതൊരു ഫലം കിട്ടിയിട്ടില്ല എന്ന്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ കുറേ അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടുണ്ടാവും പല സ്ഥലങ്ങളിലും പല ആളുകളുടെ അടുക്കലും നിങ്ങൾ പോയിട്ട്. അതിന് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ അജ്മീർ അല്ലെങ്കിൽ ഏർവാടി അല്ലെങ്കിൽ എല്ലാ മഹാന്മാരുടെ മക്കാമുകളും നിങ്ങൾ ആഴ്ചയ്ക്ക് സന്ദർശിക്കുക. ഏത് സിഹറും അത് ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടയ്യും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് എല്ലാവിധത്തിലുള്ള പവറുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. എല്ലാ ആളുകളും പറയാറുണ്ട് പല ചികിത്സകളും നടത്തിയിട്ടൊരു മാറ്റമല്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ മനസ്സൊരുക്കി അവരെ മുൻനിർത്തി റബ്ബിനോട് ചോദിച്ചാൽ അത് നമുക്ക് തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യാം.